നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. നല്ല കറുത്ത അച്ചാറാണ് ഇന്ന് റെഡിയാക്കാൻ പോണത്. അതിലൊരു തുള്ളി എണ്ണയോ വിനാഗിരി അതൊന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റണ ഒരു അച്ചാറാണ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ നാരങ്ങയാണ് എടുത്തേക്കണത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. എല്ലാ അച്ചാറിനും നമ്മൾ നാരങ്ങ കഴുകി കഴിയുമ്പോൾ തുടച്ച് വെള്ളം ഇല്ലാണ്ട് സൂക്ഷിക്കും. ഈ അച്ചാറിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ഉണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ നാരങ്ങ 3-4 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കുരു മുറിക്കുമ്പോൾ വരുന്നതാണെങ്കിൽ എടുത്ത് കളഞ്ഞോളൂ, അല്ലാണ്ട് കുത്തിയെടുത്ത് കുരു കളയേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത നാരങ്ങ നോക്കി എടുക്കണം കേട്ടോ. നാരങ്ങ മുറിച്ചെടുത്തു. ഒരു നാരങ്ങ 4-5 കഷ്ണമായിട്ട് ഈ കനത്തിലാണ് മുറിച്ചെടുത്തേക്കണത്. ഈ അച്ചാർ ഉണ്ടാക്കാൻ ഒരു പ്രത്യേകത ഉണ്ട്. ചട്ടിയിൽ വേണം ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്, പാത്രത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഈ നാരങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എത്ര നാരങ്ങയാണ് എടുക്കണത് അതനുസരിച്ച് വേണം കേട്ടോ വെള്ളം ചേർക്കാനായിട്ട്. കണ്ടില്ലേ, നാരങ്ങ മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം തിളച്ച് മുകളിലേക്ക് പത പോലെ പൊന്തി വരും. ആ സ്റ്റേജ് വരെ തിളയ്ക്കണം കേട്ടോ. നാരങ്ങ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ചേർക്കാം. ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്തോറും ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു 4 ദിവസമൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉപ്പ് കുറവാണോന്ന്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്പോഴും ചേർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, തിളച്ച് അങ്ങോട്ട് പൊന്തി പത പോലെ വരുമെന്ന്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ പത പോലെ വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിൻ്റെ ശേഷം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റിലും താഴെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി. സിമ്മിൽ വെച്ച് 1 മിനിറ്റിലും താഴെ നമ്മൾ തിളപ്പിച്ചു. അപ്പം തിളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പതയൊക്കെ അങ്ങോട്ട് അമിങ്ങി വെള്ളം മാതിരിയായി. ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി നമുക്കിത് നല്ലോണം തണുത്തതിൻ്റെ ശേഷം അടച്ച് വെക്കാം. നാളെ ഇതേ സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇനി നാളെ റെഡിയാക്കാം. നമ്മൾ അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ അച്ചാർ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ നോക്കുമ്പോൾ വെള്ളം കുറച്ച് വറ്റിയുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഈ അച്ചാർ 5 ദിവസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഈ 5 ദിവസത്തിൽ 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി. അതുപോലെ ഈ അച്ചാറിന് ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അടിപൊളിയായിട്ട് നമുക്കൊരു അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലോണം കുരുമുളക് ഇട്ട് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 10 മിനിറ്റിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കണ്ടോന്നൊന്ന് നോക്കണം. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇന്നലെ ചെയ്ത അതേപോലെ തന്നെ നല്ലോണം തണുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഇനി ബാക്കിയുള്ളത് നാളെ ചെയ്യാം. അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസം. ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ പാകം. ഇനി നമുക്ക് ഈ അച്ചാർ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കണേ. അച്ചാർ ചൂടാവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ചൂടാവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവും. ഒന്ന് ചൂടാവട്ടെ. അച്ചാർ ചൂടായി തുടങ്ങിയിട്ട് ഇനി ഫ്ലെയിം സിമ്മിൽ വെക്കുക. ഇതുപോലത്തെ 2 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചേർക്കാൻ പോണത്. ഞാൻ 2 അച്ചിൽ 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നോക്കിയിട്ട് മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ആഡ് ചെയ്യുള്ളൂ. എടുക്കുമ്പോൾ 2 അച്ച് ശർക്കര എന്നുള്ള കണക്കിൽ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചോളൂ. ഫ്ലെയിം സിമ്മിൽ വെക്കണം. ശർക്കര ഇടുമ്പോൾ ഒന്നും കൂടി അച്ചാർ ലൂസാവും. അതിൻ്റെ ശേഷം 10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം സിമ്മിൽ വെച്ചിട്ട്. തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് നോക്കുക.
മധുരം കുറവ് തോന്നുക. മധുരം മീൻസ് ഉപ്പ്, പുളി, എരിവ്, മധുരം എല്ലാം സമാസമം ഇരിക്കണം. അതുപോലെയാണ് എന്നുണ്ടെങ്കിൽ ഇനി മധുരം ആഡ് ചെയ്യേണ്ട. പുളിയാണ് മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യേണ്ടി വരും. ശർക്കര ഇട്ട് സിമ്മിൽ വെച്ച് 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്തു. ഫസ്റ്റ് നമ്മൾ 3-ാമത്തെ ദിവസം ഞാൻ കാണിക്കുമ്പോൾ നല്ല തിക്കുണ്ടായി. ശർക്കര ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ലൂസായി. ഇനി ഇതേ സംഭവം നമുക്ക് 2 ദിവസം ചെയ്യാനുണ്ട്. ഇപ്പം ഇന്നലത്തെ പോലെ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം നമുക്ക്. അതുപോലെ ഞാൻ എടുത്ത ശർക്കര ആദ്യം ഇട്ടില്ലേ, ഒരു 1/4 ഭാഗം അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 2 അച്ചിൽ അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഈ തണുത്ത് നമുക്ക് അടച്ച് വെക്കാം. ബാക്കിയുള്ളത് നാളെ ചെയ്യാം. നമ്മൾ അച്ചാർ ഇട്ട് വെച്ച് ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഇതാണ് ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ പാകം. ഇനി നമുക്കിതിലൊന്നും ചേർക്കണ്ട. പക്ഷെ ഇന്നും നമ്മളിത് 10 മിനിറ്റ് തിളപ്പിക്കാൻ പോവുകയാണ്. സിമ്മിൽ വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്മിൽ വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കരുത്. നമ്മൾ ഈ ഡെയിലി 10 മിനിറ്റ് തിളപ്പിക്കാനുള്ള കാരണം, നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ അച്ചാർ നല്ല കറുത്ത് ഒരു ബ്രൗണിഷ് കളറായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ തിളപ്പിച്ച് എടുക്കുന്നത്. ഇപ്പം 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിൻ്റെ അച്ചാർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഈ നല്ലോണം ഇന്നലെ ചെയ്ത അതേ സംഭവം തന്നെ നല്ലോണം തണുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ലാസ്റ്റ് ദിവസമാണ് നാളെ നമുക്ക് എടുക്കാം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അച്ചാറിൻ്റെ 5-ാമത്തെ ദിവസം. 5-ാമത്തെ ദിവസം നമ്മുടെ അച്ചാറിൻ്റെ പാകം ഇതാണ്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ, ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ പാകം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് നേരിട്ട് 10 മിനിറ്റ് ഒന്നും തിളപ്പിക്കണ്ട. ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം അച്ചാർ ചൂടായിട്ടാ, തിളപ്പിക്കൊന്നും വേണ്ട. പിന്നെയും ഞാൻ പറയാം, ചൂടാക്കിയാൽ മതി. 5-ാമത്തെ ദിവസം നിങ്ങൾ എടുക്കുമ്പോഴും അച്ചാർ കണ്ടില്ലേ, ഈ പാകം അല്ലാണ്ട് വെള്ളത്തിൻ്റെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ചെയ്ത ഈ 5 ദിവസത്തെ സംഭവം അതേ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ 5-ാമത്തെ ദിവസം. എന്നിട്ട് 6-ാമത്തെ ദിവസം നിങ്ങൾ എടുത്താൽ മതി. ഈ അച്ചാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, അതാണ് പറയണത്. അതുപോലെ ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. കേടുവരിക ഒന്നും ഉണ്ടാവില്ല കേട്ടാ. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. മധുരം, എരിവ്, പുളി, അങ്ങനെ എല്ലാ സംഭവമുള്ള ഒരു അച്ചാർ. ചട്ടിയിലായ അച്ചാറിൻ്റെ കറക്റ്റ് പാകം ചിലവർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. ഞാനതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അച്ചാറിൻ്റെ പാകം. ഇടുമ്പോൾ കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല തിക്കായിട്ടിരിക്കുന്ന അച്ചാറാണ് കേട്ടോ. ഇതാണ് അച്ചാറിൻ്റെ പാകം. ഈ അച്ചാർ നമ്മൾ സൂക്ഷിക്കുമ്പോൾ വെള്ളം ഒട്ടും ആവാണ്ട് വേണം കേട്ടോ എടുത്ത് വെക്കാനായിട്ട്. ഇപ്പം ലൈറ്റ് ഒരു ചൂടുണ്ട്. ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേ കാലം കേടുകൂടാണ്ടിരിക്കും. 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.